ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. എ പ്രീടെൻഷൻ കോൺക്രീറ്റ് ബീം 200 by 300 mm ഈസ് പ്രീസ്ട്രെസ്ഡ് ബൈ 10 വയേഴ്സ് ഓഫ് 7 mm dia. Initially stressed to 1200 Newton per mm square with their centroid located 100 mm from the soffit. Find A. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്ഫർ അലോയിങ് ഓൺലി ഫോർ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്. രണ്ടാമത്തത് ഇഫ് ദി കോൺക്രീറ്റ് അണ്ടർഗോ ഫർദർ ഷോർട്ടനിങ് ഡ്യൂ ടു ക്രീപ്പ് ഷ്രിങ്കേജ് while there is relaxation of 5% of initial stress. Estimate final loss of stress in wires. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് 1200 Newton per mm square സ്ട്രെസ് ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് 100 mm ഫ്രം ദി സോഫിറ്റ് ഡിസ്റ്റൻസിലാണ് അത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇലാസ്റ്റിക് ഷോർട്ടനിങ് നടന്നതിന് ശേഷം ഉണ്ടാവുന്ന മാക്സിമം സ്ട്രെസ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താണ് സ്ട്രിങ്കേജും ക്രീപ്പും അതുപോലെ റിലാക്സേഷൻ ഓഫ് സ്റ്റീലും നടന്നതിന് ശേഷം ഉണ്ടാവുന്ന ഫൈനൽ ലോസ് ഓഫ് സ്ട്രെസ്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ FCK is equal to 42 Newton per mm square, creep coefficient 1.6 and stringage strain is equal to 3 into 10 raised to minus 4. ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇനീഷ്യൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1200 Newton per mm square എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി ആണ്. പി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ, അതായത് 1200 ഇൻറ്റു 10 ഇൻറ്റു π/4 ഇൻറ്റു 7 സ്ക്വയർ. ഓക്കെ, അതിന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 461,814.6 Newton per mm square. ദാറ്റ് ഈസ് ഈക്വൽ ടു 462 kilonewton എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ്. ഓക്കെ, ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ്, അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? മാക്സിമം സ്ട്രെസ് ആഫ്റ്റർ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഹാസ് ടേക്കൺ പ്ലേസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? MFC ആണ്. M ഈസ് ഈക്വൽ ടു ES/EC, അതായത് മോളസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ബൈ ദാറ്റ് ഓഫ് കോൺക്രീറ്റ്. PS ഈക്വൽ ടു 2.1 into 10 raised to 5. EC ഈസ് ഈക്വൽ ടു 500 root FCK. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.1 into 10 raised to 5 ഡിവൈഡഡ് ബൈ 5000 root FCK 42 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു 6.48 Newton per mm square. ഇനി നമുക്ക് FC കണ്ടുപിടിക്കണം. FC ഈസ് ഈക്വൽ ടു P/A പ്ലസ് PE square by I, that is equal to 462 into 10 raised to 3 divided by area 200 by 300. That is the plus P 462 into 10 raised to 3 into 5 square 50 square divided by I value, that is equal to 200 into 300 cube divided by 12, that is equal to നമുക്ക് കിട്ടുന്ന വാല്യൂ 10.267 Newton per mm square എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? ലോസ് കിട്ടി. ലോസ് ഓഫ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു MFC, that is equal to 6.48 into 10.267, that is equal to 66.53 Newton per mm square എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? മാക്സിമം സ്ട്രെസ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആഫ്റ്റർ എന്താണ്? ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഈസ് ഈക്വൽ ടു 1200 മൈനസ് നമുക്ക് കിട്ടിയിട്ടുള്ള ലോസിൻ്റെ വാല്യൂ, ഇനീഷ്യൽ സ്ട്രെസ് മൈനസ് സ്ട്രെസ്സിലുണ്ടാകുന്ന ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1133.47 Newton per mm square. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒന്ന് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം നമ്മളെ P and FC വാല്യൂ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് കിട്ടിയത് 1200 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? മാറി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ്? Pൻ്റെയും FCൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്യണം. സോ സിൻസ്
stress is reduced, P also reduced. Okay, P also changed. Okay, P is equal to 1133.43 into area, that is equal to 10 into pi by 4 into 7 square, that is equal to 436 kilonewton എന്ന് കിട്ടും. ന്യൂ എഫ് സി ഈസ് ഈക്വൽ ടു എന്താണ് പി ബൈ എ, അതായത് എന്താണ് 436 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 200 by 300 plus PE square by I is equal to 436 into 10⁻³ into 5 square divided by I 200 into 300 square 300 cube by 2, that is equal to 9.69. അടുത്തത് എന്താണ് രണ്ടാമത്തെ കേസ്, അതായത് ക്രീപ്പും ഷ്രിങ്കേജും റിലാക്സേഷനും നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഫൈനൽ ലോസ്. അപ്പോൾ നമുക്ക് എന്താണ് ഓരോന്നും കണ്ടുപിടിക്കണം. ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ്, അതിനുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5mFC. ഓക്കെ, അപ്പോൾ 5 നമുക്ക് 1.6 എന്ന് തന്നിട്ടുണ്ട്, M 6.48 ആണ്. FC എന്താണ് നമ്മൾ റിന്യൂ ചെയ്ത FC ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100.46 Newton/mm². ഓക്കെ, അങ്ങനെ എന്തായി ഡ്യൂ ടു ക്രീപ്പ് കിട്ടി. ഇനി ഡ്യൂ ടു ഷ്രിങ്കേജ്, ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ, അതായത് ES ഇൻറ്റു എപ്സിലോൺ SH, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.1 ഇൻറ്റു 10⁻5 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻4, ദാറ്റ് ഈസ് ഈക്വൽ ടു 63 Newton/mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. അത് പറഞ്ഞിട്ടുണ്ട് എന്താണ് 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/100 ഇൻറ്റു 1200, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 Newton/mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ടോട്ടൽ ലോസ് നോക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ 4 എണ്ണത്തിൻ്റെയും ടോട്ടൽ ലോസ് ഈസ് ഈക്വൽ ടു 66.53 പ്ലസ് 100.46 പ്ലസ് 63 പ്ലസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 289.986. നമ്മളോട് ലോസ് കണ്ടുപിടിക്കും, ടോട്ടൽ ലോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് പെർസെൻറ്റേജ് ലോസും കൂടെ കണ്ടുപിടിക്കണം. ലോസ് ഓഫ് സ്ട്രെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 289.9 ഡിവൈഡഡ് ബൈ 1200 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു